ഓടിച്ചതിന് ശേഷമാണ് പിന്നെ ഈ ചെക്കിംഗ് ഇല്ല. കാരണം എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മുസ്ലിംസാണ്. അങ്ങനെ അവരെവിടെയും കേട്ട് കൊല്ലുന്നുമില്ല. പക്ഷേ വല്ല ഇൻഫോമേഴ്സോ വല്ലതും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറ്റ് റാൻഡം പോയിട്ട് കൊല്ലുക, സ്കൂളിൽ പോയിട്ട് കുട്ടികളെ കൊല്ലുക, റോഡിൽ കൂടെ പോകുന്നവരെ കൊല്ലുക, പട്ടാളക്കാരെ കൊല്ലുക, ഇതേ ഉള്ളൂ. അല്ല ടൂറിസ്റ്റുകളെ അറ്റാക്ക് ചെയ്തതായിട്ടുള്ള ഒന്നും കേട്ടിട്ടില്ല. ഇപ്പം അത് കറക്റ്റാണ് പിടിച്ചിരിക്കുന്നത്. കാരണം കാശ്മീർ ഫൈനാൻഷ്യലി ഇമ്പ്രൂവ് ആകാൻ പാടില്ല. ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞാൽ മിലിറ്റൻ്റ് എന്ന് പറയുന്ന ഈ ഒരു വർഗത്തിന് അവിടെ വളക്കൂറില്ലാത്ത മണ്ണായിട്ട് മാറും. ജനങ്ങൾക്ക് പേടിയുണ്ടാവില്ല ഇവന്മാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇൻഫോം ചെയ്യും. ഇവിടെ പോളിസി എന്താണ്? നമ്മുടെ പഞ്ചാബിൽ KPS ഗിൽ സാബ് DGP ആയിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർഡർ എന്തായിരുന്നു? എങ്ങനെയാണ് പഞ്ചാബിലത്തെ മിലിറ്റൻസി കർബായിട്ട് പോയത്? അദ്ദേഹം ഓർഡർ ചെയ്തു. ഞങ്ങളൊക്കെ ചെന്നപ്പോഴുള്ള ഓർഡറാണ്, ഏക് ബന്ദൂക്ക് കിസിക്ക ഹാത്ത് മേ ഹേ, ഒരു തോക്ക് ആരുടെങ്കിലും കയ്യിലുണ്ട്, അവൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ അടക്കം വെടിവെച്ചുകൊണ്ട് നിൽക്കുന്നു. മനസ്സിലായത് എന്തായിരുന്നു എന്നുള്ളത്? കാരണം നീ ഇത് ഇല്ലീഗലായിട്ടുള്ള വെപ്പണുമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ കൂടെ 10 പേരുണ്ടെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ ഈ 10 പേര്. ഇത് 2-3 പ്രാവശ്യം ഈ എൻകൗണ്ടേഴ്സും കഴിഞ്ഞപ്പം പിന്നെ ഈ തോക്കുമായിട്ട് വരുന്നതിനെ നേരെ പോലീസിൽ വിളിച്ച് പറയും. അങ്ങനെയാണ് പഞ്ചാബിൻ്റെ ടെററിസം. അവർക്ക് നിൽക്കപ്പുറത്തില്ല. എവിടെ പോയി കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കിട്ടുന്നു, പോലീസ് പിടിക്കുന്നു. അങ്ങനെയുള്ള DGPയൊക്കെയാണ്, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഡിസിഷൻ എടുക്കേണ്ടത്. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ കാശ്മീരിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. ഇതിൽ വേറൊരു സംഭവമുണ്ട്. ഈ പേൽഗാം പോലുള്ള സ്ഥലങ്ങൾ ഓവർഗ്രൗണ്ട് ഒരു പാർട്ടീസുണ്ട്. ഈ ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന സിവിലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അവരിപ്പോൾ വല്ല ചപ്രാസിയായിട്ട് വർക്ക് ചെയ്യായിരിക്കും, സഫായി വാലയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവന്മാരാണ് ഇവന്മാർക്കുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ടെററിസ്റ്റിൻ്റെ വേറൊരു ഗ്രൂപ്പാണ്. OGM എന്നാണ് പറയുന്നത്, ഓവർഗ്രൗണ്ട് ബോഡി. അപ്പം ഇവർ ഈ OGBസിൻ്റെ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർ അവിടെ ഉണ്ടായിരിക്കും നമ്മളെപ്പോലെ സിവിലിയനായിട്ട് എല്ലാ ഇൻഫർമേഷൻ കൊടുത്ത് ഇവർ പാസ് ചെയ്യണം. ഓക്കെ, ഇന്ന സ്ഥലത്ത് ഇപ്പോൾ ഓക്കെ, യു ആർ സേഫ്, ഇവിടെ മിലിറ്ററി ഇല്ല, ആളില്ല, ഈ വഴിക്ക് വരാം. അതെല്ലാം പ്ലാൻ ചെയ്ത് 2-3 ദിവസത്തിൻ്റെ ഒബ്സർവേഷൻ കഴിഞ്ഞ് അങ്ങനെയാണ് ഈ വാലിയിൽ. അപ്പോൾ കിസ്വ ആ മൗണ്ടൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് അവന്മാർ വന്നിരിക്കുന്നത്. പക്ഷേ തോക്കും സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഇതിൻ്റെ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ തന്നെ ഏരിയയിൽ അതല്ലേ ആൾക്കാർ ഷൂട്ട് ചെയ്യുകൂടെ ചെയ്തു. അത്രയും വലിയ ഏരിയയിൽ വന്നിട്ട് മിലിറ്റൻ്റ് അറ്റാക്ക് ഒരിക്കലും നടക്കില്ല, ഒരു കാര്യമില്ല. അപ്പോൾ അവൻ എന്തായിരുന്നു കൺവേ ചെയ്യും, ഇത് ഹിന്ദുക്കളെ കൊന്നിട്ടുള്ള മിലിറ്റൻസാണ്. രണ്ടാമത് പ്രൈം മിനിസ്റ്റർ മോദിയോട് പറ. ഇത് എൻ്റെ അർത്ഥം എന്താണ്? ഒന്ന്, ഹിന്ദു മുസ്ലിം റിഫ്റ്റ് ഉണ്ടാക്കുക. രണ്ടാമത്തത്, മോദി എന്ന് പറയുന്ന വ്യക്തിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ആളുകൾ. അതിവിടെ ആരാ ഉള്ളത്? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. എന്തുകൊണ്ട് മോദിജിയുടെ പേര് വന്നവിടെ? അതുപോലെ ഹിന്ദു അല്ല സാർ, നാച്ചുറലി ഇപ്പം മോദിജിയുടെ വ്യൂസായിട്ട് ചേരാത്ത ആൾക്കാർ ആൻറ്റി ഇന്ത്യൻ ആവണമെന്ന് നിർബന്ധമില്ല. ഇല്ല, ഒരിക്കലും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മളിപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കനോട്ട് സ്റ്റാൻഡ് വിത്ത് ദം. BJP ആയിട്ട് പോവില്ല, കോൺഗ്രസ്സുകാർക്ക് BJP ആയിട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് ഡേഞ്ചറുണ്ട്. ഞാൻ പറയുമ്പോൾ കേരളത്തിലത്തെ ആളുകൾക്കൊന്നും അത്രയൊന്നും മൈൻഡില്ല. അതെന്താ വെച്ചാൽ ചെയ്തത്, ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒരു മുഖ്യമന്ത്രി ആയാൽ മതി, അല്ലെങ്കിൽ മറ്റേതായാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രാഷ്ട്രീയം എടുത്ത്. പക്ഷേ ഇതിന് ഓവറോൾ പെർസ്പെക്റ്റീവിൽ മോദിജി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ആ കസേര കയറിയിരിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സഖ്യമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞിട്ട് അവർ എന്തെങ്കിലും ജയിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥ നമുക്കറിയാം. കാരണം അതിൻ്റെ റിസൾട്ട് വരുന്ന അന്ന് തന്നെ അവിടെ വെട്ടും കൊലയും നടക്കും, ആരായിരിക്കും പ്രൈം മിനിസ്റ്റർ എന്നുള്ള തീരുമാനത്തിൽ. അപ്പോൾ അധികാരമോഹികളായിട്ടുള്ള കുറേ ആളുകൾ ഇവിടെ ഉള്ളത്, അവരിൽ തന്നെ കുറേ ആൾക്കാർക്ക് മോദിജിയോടുള്ള വെറുപ്പുണ്ട്. ആ വെറുപ്പാണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ ഒരു മിലിറ്റൻറ്റിൻ്റെ വായന്ന്, പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ളവൻ്റെ വായന്ന് മോദിയോട് പറയാൻ അവിടെ എനിക്കത് ഒരു അസ്ഥാനത്തുള്ളൊരു വേർഡാണത്. ഇവിടെ നമ്മുടെ ഇന്ത്യക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എഗൻസ്റ്റായിട്ട് സംസാരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഈ ആളുകളെ മുഴുവനാണ് നമ്മളിപ്പോൾ സൂക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ ഇത്രയും സപ്പോർട്ടില്ലാതെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുസ്ലിംസ് ആയിട്ടുള്ള നിങ്ങൾ വന്നിട്ട് ഹിന്ദുക്കളെ നോക്കിക്കൊണ്ട് ഹിന്ദു ആണെന്നുള്ളത് കൺഫേം ചെയ്തുകൊണ്ട് വിടിയിരിക്കുന്നു, എന്നിട്ട് അത് ലൗഡായിട്ട് പറയുന്നു? അല്ല സാർ, പക്ഷെ പട്ടാള വേഷത്തിൽ വരുന്ന ഇത്ര 27 പേരെ കൊല്ലാൻ കെൽപ്പുള്ള ഒരാൾ വരുന്നെന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയും കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ? ഒരു സംശയമില്ല. കാർഗിൽ യുദ്ധം വന്നപ്പോഴും ഇത് തന്നെയാണ്.
ഇൻ്റലിജൻസിൻ്റെ വീഴ്ച ഉണ്ടായിരുന്നു. അതല്ലല്ലോ ഇപ്പം അതൊക്കെ, അതൊരു സൈഡിൽ കൂടെ എൻക്വയറി നടക്കട്ടെ. പക്ഷെ അവരുടെ എയിം എന്തായിരുന്നു, അതിനെയല്ലേ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്. ആ എയിമിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്. എയിം വെറും വന്നിട്ട് പേടിപ്പിച്ച് പോകല്ലായിരുന്നു. അവർ കൺവേ ചെയ്തു ചില മെസ്സേജുകൾ. നിങ്ങൾ തമ്മിൽ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പകുതി പണി കഴിഞ്ഞു എന്നുള്ളത്. അതാണ് അവർ പറഞ്ഞിട്ട് പോയത്. ഹിന്ദു മുസ്ലിം, ഇന്ന് ഇവിടെയുള്ള പോപ്പുലേഷൻ്റെ മെജോറിറ്റി എന്ന് പറയുന്നത് ഹിന്ദുവും അതിൻ്റെ സെക്കൻഡ് മെജോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിംസുമാണ്. ഈ രണ്ടുപേരെ കൂടി ഇങ്ങ് അടുപ്പിച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ സംഭവം കറക്റ്റായി ഡിവൈഡ് ആൻഡ് റൂൾ അടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളിവിടെ സമാനത്തിലിരുന്നുണ്ട്. അപ്പോൾ ബോർഡറിൽ നിന്ന് ഇങ്ങോട്ട് പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യ നശിച്ചു പോകും. ഇതിൽ നിന്ന് ആർക്കൊക്കെയാണ് ബെനിഫിറ്റ്? ഈ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പുറം രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയോടുള്ള അസൂയുള്ള രാജ്യങ്ങൾ, ചൈന ഇപ്പം സമാനത്തിലിരിക്കുകയാണ്. പക്ഷെ പാകിസ്ഥാനും മിണ്ടാതിരിക്കുകയായിരുന്നു. എന്താ പെട്ടെന്ന് പാകിസ്ഥാൻ്റെ അടുത്ത് എവിടെ നിന്നാണ് ഇത്രയും പൈസ വന്നു? സോറോസ് വെറുതെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ. ഇപ്പം അമേരിക്ക അടക്കം അദ്ദേഹത്തെ ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അങ്ങനെയുള്ള ആളുകളിലേക്കാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ട് ഇതുപോലുള്ളൊരു മൂവ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഞാൻ ജനങ്ങളോട് കൺവേ ചെയ്ത ഇതാണ്, ഈ സമയം നിങ്ങൾക്ക് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. യു ഗോട്ട് ടു സ്റ്റാൻഡ് ടുഗദർ. അപ്പോൾ ഇന്നിപ്പം എനിക്ക് തോന്നുന്നു പിണറായി സഖാവാണോ അതോ ഗാർഗേജിയാണോ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് യാഥാർത്ഥ്യമാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്ക്. ഇന്നിവിടെ ഇനിയിപ്പോൾ രാഷ്ട്രീയം പാടില്ല, ജാതിമതം പാടില്ല. ഇത് വലിയൊരു പഠിക്കാനുള്ളൊരു പാഠമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള പോസിറ്റീവ് പൊളിറ്റിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അപ്പോഴാണ് ഒരു രാജ്യത്തിൻ്റെ പ്രോസ്പെരിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നല്ലപോലെ ജോലി ചെയ്യുന്ന ഗവൺമെൻറ്റിനെ പിടിച്ച് താഴ്ത്തിട്ടിട്ട് എനിക്ക് കാക്കാൻ വേണ്ടി അവിടെ കയറിയിരിക്കണം എന്ന് പറയുന്നതിൽ അതിൽ അർത്ഥമില്ല. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണുള്ളതെല്ലാം. സാറിൻ്റെ കണ്ടംപററീസ് അല്ലെങ്കിൽ ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ മൊത്തത്തിൽ ഡിഫൻസിൽ ഇപ്പോഴുള്ള ആളുകളിൽ നിന്ന് മനസ്സിലായത് ഒരു റിറ്റാലിയേഷൻ ഉണ്ടാവും തന്നെയാണോ? ഒരു സംശയമില്ല, അത് 100% ഉണ്ടായിരിക്കും ആ റിറ്റാലിയേഷൻ. കാരണം ഇതിൽ കുറേ സ്റ്റഡി ചെയ്യാനുണ്ട്. ഇപ്പം ഇന്നത്തെ ഒരു LOCക്ക് അപ്പുറത്തുള്ളൊരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം അവരിങ്ങോട്ട് വരാൻ തയ്യാറായിട്ട് നിൽക്കണം. ആ കമ്പിയിൽ ഒന്ന് പൊക്കിത്താന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരിങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പലരും വെടിവെക്കുന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് ഇവിടെ വരാത്തത്. ബംഗ്ലാദേശി ബോർഡർ പോലെയല്ല, അത് ബോർഡറാണ്. ഇവിടെ ബോർഡറൊന്നുമില്ല, ഇവിടെ കമ്പി വേലിയൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ട് പോകാം. ചില പാലങ്ങൾ, ചില റോഡുകൾ, ഇതൊക്കെയാണ്. അപ്പം അവിടെ ജനങ്ങൾ ഫെഡപ്പാണ്. കാരണം അവർക്ക് അവരുടെ ഗവൺമെൻറ്റിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ ഇവിടുത്തെ കാശ്മീരിലേക്ക് സബ്സിഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കോൺഗ്രസ് ഭരിച്ചാലും ആര് ഭരിച്ചാലും ശരി, ആ സബ്സിഡി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താണ്, ഇപ്പം സബ്സിഡിയുടെ ആവശ്യമില്ല. 370 ആർട്ടിക്കിൾ പോയി. നിങ്ങൾ ഓട്ടോണമസ് ഗവൺമെൻറ്റായിട്ട് മാറി. നിങ്ങളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചു. നിങ്ങളുടെ കച്ചവടവും നിങ്ങളുടെ ടൂറിസവും എല്ലാം ഡെവലപ്പ് ചെയ്തു തന്നു. ഇപ്പം സബ്സിഡിക്ക് അവർക്ക് ആവശ്യമില്ല. മറ്റെന്താ വരുമാനമില്ല. ഈ 2 രൂപയ്ക്ക് അരി കൊടുത്തിട്ട് അതും വെച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്.